സംസ്ഥാനത്ത് പരക്കെ മഴയാണ്. ഇന്നിപ്പോൾ രാവിലെ എറണാകുളത്ത് കളമശ്ശേരിയിലൊക്കെ നല്ല മഴ പെയ്യുകയായിരുന്നു. കൊച്ചിയിലും തിരുവനന്തപുരത്തും ഇടവിട്ട് ശക്തമായ മഴ തുടരുന്നുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ടാണ്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് തുടരുകയും ചെയ്യും. പ്രേക്ഷകർക്കായി നമുക്ക് അലർട്ട് ഒരിക്കൽ കൂടി സ്ക്രീനിൽ കാണിക്കുകയും ചെയ്യാം. കൊച്ചിയിൽ നിന്ന് അർജുൻ മട്ടന്നൂരും, തിരുവനന്തപുരത്ത് നിന്ന് ആഷിൻ ഡിയാഗോയും, കോഴിക്കോട് നിന്ന് ദീപക് മലയമ്മയുമായാണ് ചേരുന്നത്. എന്താണ് മഴ സാഹചര്യം എന്ന് നമുക്ക് നോക്കണം. നമുക്ക് ആദ്യം അർജുൻ മട്ടന്നൂരിലേക്ക് പോയാൽ, അർജുൻ, മധ്യമേഖലയിൽ, മധ്യ കേരളത്തിൽ നല്ല മഴയാണ്, കുട ചൂടി നിൽക്കുന്നുണ്ട്. എന്താണ് മഴ സാഹചര്യം? മലയോര മേഖലയിലൊക്കെ എന്താണ് സ്ഥിതി? ഗുഡ് മോർണിംഗ് വിനീത. മധ്യകേരളത്തിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. മിക്ക ജില്ലകളിലും, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നുണ്ട്. എന്നാൽ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓറഞ്ച് അലർട്ടാണ് എറണാകുളവും തൃശ്ശൂരും അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിലും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആലപ്പുഴയിലും കോട്ടയത്തും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാ ജില്ലകളിലും ശക്തമായി തന്നെ മഴയുണ്ട്. നമുക്കറിയാം, ജില്ല ഓറഞ്ച് അലർട്ട് ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചില മുന്നറിയിപ്പുകളുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലേക്ക് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിലേക്ക് പോകുന്ന സഞ്ചാരികൾ ശ്രദ്ധിക്കണം. അങ്ങോട്ടേക്ക് പോകുന്ന യാത്രക്കാർ ശ്രദ്ധിക്കണം. അത്തരത്തിൽ മണ്ണിടിച്ചിലിനും അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടലിനുമുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ യാത്രക്കാർക്കുള്ള നിർദ്ദേശമാണ്. പ്രത്യേകിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും അത്തരത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്ന് ജില്ലാ ഭരണകൂടങ്ങൾ അറിയിക്കുന്നുണ്ട്. എന്തായാലും തുടർച്ചയായി മഴ പെയ്യുകയാണ്. ഇടവിട്ട് ശക്തമായ മഴയും പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലടക്കം ശക്തമായ മഴ തുടരുകയാണ്. എന്തായാലും ഈ ജില്ലകളിലൊന്നും തന്നെ ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം വിനീത. ശരി, ഏതായാലും അതാണ് കൊച്ചിയിലെ അല്ലെങ്കിൽ മധ്യ കേരളത്തിലെ ഒരു സാഹചര്യം. നമുക്ക് ആഷിൻ ഡിയാഗോയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ആഷിൻ, ഇന്ന് ഏതാണ്ട് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അതിശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യത, അല്ലേ? എന്താണ് തിരുവനന്തപുരത്തെ ഒരു സാഹചര്യം? മഴ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ്? വിനിത, വെരി ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ അതിശക്തമായ മഴയുണ്ട്. ഇടവിട്ട് നേരങ്ങളിലാണ് മഴ പെയ്യുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ്. ഇടവിട്ട സമയങ്ങളിലാണ് മഴ പെയ്യുന്നത്. നമുക്കറിയാം, രാജസ്ഥാൻ, ഝാർഖണ്ഡ് സംസ്ഥാനങ്ങൾക്ക് മുകളിൽ നിലനിൽക്കുന്ന അതിതീവ്ര ന്യൂനമർദ്ദമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പെയ്യുന്ന ഈ മഴയ്ക്ക് കാരണം എന്നുള്ളതാണ്. 19-ാം തീയതി വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ ഇന്നെന്തായാലും യെല്ലോ അലർട്ടാണ് നൽകിയിട്ടുള്ളത്. 3 ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഈ ശക്തമായ മഴയുടെ സാഹചര്യത്തിൽ, മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിശക്തമായ കാറ്റും അതുപോലെ തന്നെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമുള്ള സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് ദുരന്ത നിവാരണ അതോറിറ്റി അതുപോലെ തന്നെ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും നൽകിയിട്ടുള്ളത്. ഈ കാറ്റിനെ പ്രതിരോധിക്കാനുള്ള മുൻകരുതൽ നടപടികൾ എല്ലാവരും കൃത്യമായി തന്നെ സ്വീകരിക്കണം. മാത്രമല്ല, മലയോര മേഖലയിലേക്കുള്ള ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും എത്രയും വേഗം ആളുകൾ മാറി താമസിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. മാത്രമല്ല, എമർജൻസി കിറ്റുകളടക്കം തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. അധികൃതരുടെ ആവശ്യപ്രകാരം ഈ മേഖലയിൽ നിന്നും മാറി താമസിക്കാൻ തയ്യാറാകണം. അങ്ങനെ വിവിധ നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കേരള തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. തീരദേശവാസികളും മുന്നറിയിപ്പുകൾ പാലിക്കേണ്ടതുണ്ട്, ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമുള്ള സാധ്യതയുണ്ട്. 19 വരെ എന്തായാലും മഴ തുടരും എന്നൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. ഇന്ന് മുഴുവൻ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ്. അതിൽ 5 ജില്ലകൾക്കാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് ഉള്ളത്. ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. നാളെയോടുകൂടി മഴയുടെ ശക്തി അല്പം കുറയാനുള്ള സാധ്യതയുണ്ട്. നാളെ നിലവിൽ എന്തായാലും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല. ഗ്രീൻ അലർട്ടാണ്. മറ്റുള്ള ജില്ലകളിൽ ആണ് നിലവിൽ മഴ മുന്നറിയിപ്പുള്ളത്. അതിൽ തന്നെ 3 ജില്ലകൾക്കാണ് നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ഈ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കുക എന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നത്. വിനിത, ശരി, ഏതായാലും മലബാറിലെ സാഹചര്യം കൂടി നോക്കാം. ദീപക് മലയമ്മ ചേരുകയാണ്. ദീപക്, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് മലബാറിലെ ഒരു മഴ സാഹചര്യം? പലയിടങ്ങളിലും ശക്തമായ മഴയാണെന്ന് പ്രേക്ഷകരൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്.
വിനിത വെരി ഗുഡ് മോർണിംഗ്. കോഴിക്കോടിനെ സംബന്ധിച്ച് ശക്തമായ മഴയില്ല, നേരത്തെ മഴ അത് ഇടവിട്ട് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. മറ്റ് ജില്ലകളിലും രാത്രിയൊക്കെ തന്നെ ഇടവിട്ട് പരക്കെ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള ആശ്വാസകരമായ സാഹചര്യം മലബാർ മേഖലയെ സംബന്ധിച്ചുണ്ട് എന്നുള്ളത് പറയാൻ സാധിക്കും. നേരത്തെ തന്നെ പലതരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് നേരത്തെ അശ്വിനൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാത്രി യാത്രയുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ഈ തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം എന്നുള്ള മുന്നറിയിപ്പുകളുമൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് ഇത്തവണ മഴ എത്തുന്ന ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ആശ്വാസമുണ്ട്. എന്നാൽ ഇനിയിപ്പോൾ വരുന്ന മണിക്കൂറുകളിൽ മഴ കനക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചാണ് നമുക്ക് അറിയേണ്ടത്. ആ തരത്തിലുണ്ടെങ്കിൽ പോലും ഇതുവരെയുള്ള സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളിലേക്ക് പോകുന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുമില്ല. വിനിത, ശരി. ഏതായാലും ദീപക് മലയമ്മയും അശ്വിൻ ഡിയാഗോയും അർജുൻ മട്ടന്നൂരുമാണ് മഴ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞത്.